കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇ.ഡി. സമൻസ് സ്റ്റേ ചെയ്യണമെന്ന മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. നിരവധി തവണ സമൻസ് നൽകിയിട്ടും എന്തുകൊണ്ട് ഹാജരാകുന്നില്ലെന്ന് തോമസ് ഐസക്കിനോട് ഹൈക്കോടതി ചോദിച്ചു. ചോദ്യം ചെയ്യുമ്പോൾ ഇ.ഡി. മര്യാദ വിട്ട് പെരുമാറില്ലെന്ന് ഉറപ്പാക്കാമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി. ഹാജരാകാൻ തോമസ് ഐസക് കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഹർജി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, കുറേ ദിവസങ്ങളായി ഈ സമൻസിനെതിരെയുള്ള ഹർജികൾ, അതിനുള്ള വാദമൊക്കെ ഇങ്ങനെ തുടർന്നു പോവുകയായിരുന്നു. ഇന്നും ഹാജരാകുന്നെങ്കിൽ ഹാജരാകാമെന്ന നിർദ്ദേശം ഹൈക്കോടതി ഇന്നലെ നൽകിയതാണ്. പക്ഷേ അവിടെയും തോമസ് ഐസക് ഹാജരാകുന്നില്ല. ഇനി എന്തായാലും ഇ.ഡിക്ക് മുന്നിൽ ഹാജരാകാതെ വഴിയില്ലല്ലോ. നിലവിൽ ഇ.ഡി. സമൻസിന് സ്റ്റേ ഇല്ല എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടെന്നും ഈ സമൻസ് അത് സ്റ്റേ ചെയ്യണം എന്നുള്ളതുമായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. പക്ഷേ അത് സ്റ്റേ ചെയ്യാൻ കോടതി വിസമ്മതിച്ചു. സ്റ്റേ ആവശ്യം തള്ളിക്കളഞ്ഞു. ഒരു ഇൻട്രീം ഓർഡർ തരാൻ സാധിക്കില്ല തന്നെയാണ് കോടതി പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഹാജരാകാത്തത് എന്നൊരു ചോദ്യം തോമസ് ഐസക്കിനോട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വന്നു. ഹരാസ്മെന്റ് ഉണ്ടാകില്ല എന്ന് കോടതി ഉറപ്പാക്കാം എന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി. തുടർന്ന് ഇ.ഡിയുടെ അഭിഭാഷകൻ പറഞ്ഞത് ഒരു തരത്തിലുള്ള ഹരാസ്മെന്റ്സും അല്ലെങ്കിലും ഉണ്ടാകാറില്ല, ഇതെല്ലാം തന്നെ ക്യാമറയിൽ പകർത്തുന്നതാണ് എന്ന് അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തു. പക്ഷേ ഇ.ഡിക്ക് ഇത്തരത്തിലൊരു അന്വേഷണം നടത്താൻ അധികാരമില്ലെന്നും ഈ വിഷയം കേൾക്കണമെന്നും അദ്ദേഹം. ശരി ശ്രീകാന്ത്, ഏതായാലും ഇ.ഡി. സമൻസിന് ഇടക്കാല സ്റ്റേ ഇല്ല. തോമസ് ഐസക്കിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുന്നു.